പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ക്രിസൽസ ബിനു. ഞാൻ CET-യിൽ ഫൈനൽ ഇയർ ബിടെക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഞാനിവിടെ അയക്കുന്നത് പരിശുദ്ധ അമ്മ എന്ന ജീവിതത്തിൽ എനിക്ക് കുറിച്ച് പറയാനായിട്ടാണ്. +1 +2 സമയങ്ങളിൽ എനിക്ക് എഞ്ചിനീയറിംഗ് കോച്ചിങ് ഉണ്ട്, എൻട്രൻസ് കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എത്ര ശ്രമിച്ചിട്ട് എന്നെ കൊണ്ടത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം എങ്ങനെയോ ഈ ബുക്ക് ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാദികക്കാരന്റെ സന്ദേശം എന്ന ഈ ബുക്ക് എൻ്റെ കൈകളിൽ കിട്ടി. പിന്നീട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ നമ്മൾ കണ്ണടച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ കറക്റ്റ് അമ്മയോട് സംസാരിക്കുന്നത് എനിക്ക് തോന്നി. ഒരു ദിവസത്തെ ഒരു മോട്ടിവേഷൻ പോലെയായിരുന്നു അത്. വിഷമിക്കണ്ട, നിനക്കൊണ്ട് സാധിക്കും, കുഴപ്പമില്ല, ഞാൻ ഇപ്പോഴും ഉണ്ട് കൂടെ, ഈശോ ഉണ്ട് കൂടെ. അങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഞാൻ എടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും തളർന്നു മാറില്ല. പിന്നെയും തുടർന്ന് ഞാൻ ഇങ്ങനെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നീട് മാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ എന്നെ ഇങ്ങനെ അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ എന്നെ പോകുന്ന സംരക്ഷണം പോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ ഞാൻ എൻട്രൻസ് നന്നായിട്ട് എഴുതി, നല്ല മാർക്ക് കിട്ടി. അങ്ങനെ കോളേജ് അഡ്മിഷൻ കിട്ടി. പക്ഷെ പിന്നീട് എന്റെ ജീവിതത്തിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ അമ്മ ഞാനും ചെയ്യാൻ പോവാണ് എന്ന് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പിന്നെ ഞാൻ ആ ചെയ്യാൻ പോകുന്ന കാര്യം ഒരിക്കലും ഫെയിൽ ആവത്തില്ല എന്നൊരു വലിയൊരു പ്രത്യാശ എനിക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ തന്നെയാണ് എന്നെ ഈശോയുടെ സ്നേഹം എനിക്ക് ഈശോയുടെ സ്നേഹം മനസ്സിലാക്കി തന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ്. എനിക്ക് ഇതിനോടൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ പരിശുദ്ധ അമ്മ വഴി നമ്മൾ ചോദിക്കുന്നുണ്ടും കിട്ടുമെന്ന്. അതിന് വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. കാരണം വചനത്തിൽ യോഹന്നാൻ 15 പറയുന്നുണ്ട്, ഈശോയുടെ വചനത്തിൽ വസിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർ ഇഷ്ടമുള്ളത് ചോദിച്ചോളെ കിട്ടും. അപ്പം ആ വചനം കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്ത ഏക ആള് പരിശുദ്ധ അമ്മയാണ്. അപ്പം നമുക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ പരിശുദ്ധ അമ്മ ഉറപ്പായിട്ട് നമ്മൾ ചോദിക്കും, അത് ഈശോയിൽ നമുക്ക് വാങ്ങിച്ചു തരികയും ചെയ്യും. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.